ഒരു ദിവസം സ്പെയിനിലെ ബെർണാബ്യൂ സ്റ്റേഡിയത്തിലേക്കാണ് ലോകത്തിലെ എല്ലാ കാൽപന്ത് ആരാധകരും ഉറ്റുനോക്കുന്നത്. കാരണം ഏറ്റുമുട്ടുന്നത് രണ്ട് തുല്യശക്തികൾ തമ്മിലാണ്. അതെ, റയൽ മാഡ്രിഡ് വേഴ്സസ് ബാർസലോണ. പോയിന്റ് ടേബിളിലെ 1ഉം 2ഉം സ്ഥാനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ റയലിൻ്റെ സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയം മുഴുവൻ ആരാധകരാൽ നിറഞ്ഞിരുന്നു. ഈ ഒരു മത്സരം രണ്ട് ടീമുകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്നറിയാൻ ആ ഒരു പോയിന്റ് ടേബിൾ മാത്രം നോക്കിയാൽ മതി. 75 പോയിന്റോടെ റയൽ ഒന്നാമതാണെങ്കിൽ 72 പോയിന്റുകളുമായി തൊട്ടു താഴെ തന്നെ ബാർസലോണയുമുണ്ട്. അന്ന് റയലിനെ പരിശീലിപ്പിക്കുന്നത് സിനദീൻ സിദാൻ എന്ന മാസ്റ്റർ ബ്രെയിനാണ്. റയലിൻ്റെ സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ റാമോസ് മുതൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം ഒരുപാട് മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ടീമായിരുന്നു റയൽ മാഡ്രിഡ്. അവരുടെ മുന്നേറ്റ നിരയിലായിരുന്നു എല്ലാ മാഡ്രിഡിസ്റ്റ് ആരാധകരും വിശ്വാസം അർപ്പിച്ചിരുന്നത്. BBC എന്ന മൂവർത്രയത്തെ ഇപ്പോഴും അങ്ങനെ ആർക്കും മറക്കാൻ സാധിക്കില്ല. മറുവശത്ത് കാറ്റലോണിയക്കാരുടെ പ്രതീക്ഷ മുഴുവൻ ആ 10ാം നമ്പറുകാരൻ്റെ കൈകളിലായിരുന്നു. ഇനിയസ്റ്റ മുതൽ മെസ്സിയും സുവാരിസും അടക്കമുള്ള ഒരു മികച്ച സ്ക്വാഡുമായി തന്നെയാണ് ബാർസലോണയും പോരാട്ടത്തിനായി ഇറങ്ങുന്നത്. ഒടുവിൽ എല്ലാത്തിനുമുപരി കാൽപന്ത് ലോകം കണ്ണും നട്ട് കാത്തിരിക്കുന്നത് ആ രണ്ട് വ്യക്തികളിലേക്കാണ്. 2 ഡീക്കേഡുകളായി ഫുട്ബോൾ എന്ന സുന്ദരമായ ഗെയിമിനെ തൻ്റെ കാൽക്കീഴിലാക്കിയ 2 പേർ, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലിയണൽ മെസ്സി. അങ്ങനെ റയലിൻ്റെ കിക്കോടുകൂടി ആവേശകരമായ മത്സരത്തിന് തുടക്കം കുറിക്കുന്നു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റയലിൻ്റെ മുന്നേറ്റത്തെ ഉമിറ്റിറ്റി ഡിഫെൻഡ് ചെയ്യുന്നു. അതിനെ തുടർന്ന് റൊണാൾഡോ അവിടെ പെനാൾട്ടിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്നത് കാണാം. ഇവിടെ വീണ്ടും റൊണാൾഡോ തൻ്റെ മാജിക്കൽ ടച്ചിലൂടെ പിക്കിയെ മറികടന്ന് പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്തെങ്കിലും യാതൊരു അപകടങ്ങളും സൃഷ്ടിക്കാതെ ഗോൾ കീപ്പർ ടെർ സ്റ്റെഗൻ കയ്യിലൊതുക്കുന്നു. മറുവശത്ത് ബാർസലോണയും ലോകം ഉറ്റുനോക്കുന്ന എൽ ക്ലാസിക്കോയെ ആവേശത്തിലാക്കുന്നു. പെനാൾട്ടി ബോക്സിൻ്റെ പുറത്തു നിന്നും സുവാരിസ് തൊടുത്തുവിട്ട പന്ത് നിർഭാഗ്യവശാൽ പുറത്തേക്ക് തന്നെ പോകുന്ന കാഴ്ച. സാക്ഷാൽ മെസ്സിയെ പൂട്ടാൻ വേണ്ടി റയലിൻ്റെ നെടും തൂണായ കസിമിറോയ്ക്ക് ഫൗൾ ചെയ്യേണ്ടി വന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് റഫറി മഞ്ഞക്കാർഡും പുറത്തെടുക്കുന്നു. വീണ്ടും ആ 30 വയസ്സുകാരനെ പിടിക്കാൻ കഴിയാതെ റയൽ താരങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അവസരം കൊടുക്കാതെ മെസ്സി റാക്കറ്റിച്ചിലേക്ക് പന്ത് കൈമാറാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആ അപകടം ഒഴിവാക്കുന്നു. ഇവിടെ മെസ്സി റയൽ മാഡ്രിഡിനെ പരീക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് BBC എന്ന ബെയിൽ ബെൻസിമ ക്രിസ്ത്യാനോ സഖ്യം ബാർസയ്ക്ക് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മെസ്സിയെ തടയാൻ വേണ്ടി റയൽ താരങ്ങൾ നിരന്തരമായി ഫൗൾ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. മാർസലോയുടെ കൈ മെസ്സിയുടെ മുഖത്ത് തട്ടുന്നു. അതിനു മുന്നോടിയായി അവിടെ ചോര വരുന്നതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതിനുശേഷം റൊണോയുടെ ഒരു ബുള്ളറ്റ് ഷോട്ടിനെ ടെർ സ്റ്റെഗൻ മനോഹരമായി സേവ് ചെയ്യുന്നു. പല പ്രാവശ്യവും മാഡ്രിഡിന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതവർക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ മാത്രം കഴിയുന്നില്ല. എന്നാൽ മത്സരം അതിൻ്റെ അങ്ങേയറ്റം വീറും വാശിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് 28ാം മിനിറ്റിൽ കോർണറിൽ നിന്നും തട്ടിത്തെറിച്ച പന്ത് മാർസലോയുടെ കാലുകളിലേക്ക്. മാർസലോ പന്തിനെ ബ്യൂട്ടിഫുള്ളായി റാമോസിലേക്ക് വെച്ച് നീട്ടുന്നു. ഒരു നിമിഷം പിഴച്ചു പോയി എന്ന് കരുതിയവിടെ കസിമിറോ സിമ്പിളായി അവിടെ വലകൊലുക്കുന്നു. ബെർണാബ്യൂ സ്റ്റേഡിയം മാഡ്രിഡിസ്റ്റിയുടെ ഗാനം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു. മത്സരം 30ാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ റയൽ മാഡ്രിഡ് 1 ബാർസലോണ 0. പക്ഷേ ബെർണാബ്യൂവിലെ മാഡ്രിഡിസ്റ്റിയുടെ ഗാനം 5 മിനിറ്റിന് മാത്രമായിരുന്നു. 34ാം മിനിറ്റിൽ അവരുടെ അന്തകനായി ലിയണൽ മെസ്സി കടന്നു വരുന്നു. റോബർട്ടോയിൽ നിന്നും നേരെ പന്ത് മെസ്സിയിലേക്ക്. മെസ്സി തൻ്റെ ഇടം കാലുകൊണ്ട് നിഷ്പ്രയാസം ഗോൾ കീപ്പർ കെയ്ലർ നവാസിനെ മറികടന്ന് പന്ത് ഗോൾ വല ചുംബിച്ചപ്പോൾ ഒരു നിമിഷത്തേക്ക് സാന്റിയാഗോ ബെർണാബ്യൂ നിശബ്ദമാകുന്നു. ഇറ്റ്സ് 1-1. അന്ന് ലൈവായി കളി കണ്ട ഏതൊരാൾക്കും ഈ മത്സരത്തിൻ്റെ ഫീല് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ലൂക്ക മോഡ്രിച്ചിൻ്റെ ഒരു വെടിയുണ്ട. അന്നത്തെ ബാഴ്സയുടെ വലകാക്കുന്ന മനുഷ്യനെ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ടെർ സ്റ്റെഗൻ, വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദി ഫുട്ബോൾ ഹിസ്റ്ററി. അങ്ങനെ വീണ്ടും ആ വാശിയേറിയ പോരാട്ടം പുനരാരംഭിക്കുന്നു. ലിയോയുടെ ഇടംകാലിൽ നിന്നും ഉത്ഭവിച്ച സുന്ദരമായൊരു ഷോട്ട് ഗോൾ പോസ്റ്റിന് തൊട്ടുരുമ്പി പോകുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചറി ടൈമിൽ ബാർസ ഒരു കോർണർ വിൻ ചെയ്യുന്നു.
റാക്കിട്ടിച്ചെടുത്ത കോർണർ ഗോൾ കീപ്പർ കെയ്ലർ നവാസിനെ മറികടന്ന് മെസ്സിയിലേക്ക്. ഏവരും തലയിൽ കൈവച്ച് പോയ നിമിഷം ഓപ്പൺ ചാൻസ് ലഭിക്കവേ നിർഭാഗ്യവശാൽ പന്ത് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു മൊമെന്റോടുകൂടി 1-1 എന്ന സ്കോർ ലൈനിൽ മത്സരം ഹാഫ് ടൈമിലേക്ക്. ഹാഫ് ടൈമിന് ശേഷം ഇരു ടീമുകളും മാറ്റങ്ങളൊന്നും വരുത്താതെ അടുത്ത 45 മിനിറ്റ് ജയം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കളത്തിലേക്ക് ഇറങ്ങുന്നു. റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റം. ബെൻസിമയുടെ ഡേഞ്ചറസ് ലോ ക്രോസ്, പക്ഷേ അവിടെ കൃത്യമായി യാതൊരു പിഴവും വരുത്താതെ പിക്കെ ബാഴ്സയുടെ രക്ഷകനാകുന്നു. അവിടെ നിലയുറയ്ക്കും. എന്നാൽ ഇവിടെ ടെർ സ്റ്റെഗൻ ആണെങ്കിൽ മറുഭാഗത്ത് കെയ്ലർ നവാസ് എന്ന പോരാളിയാണ്. പിക്കിയുടെ ഹെഡറിനെ അമേസിംഗ് സേവിലൂടെ അവരുടെ ഗോൾ വല സംരക്ഷിക്കുന്നു കെയ്ലർ നവാസ്. മാർസലോ അഗ്നിച്ചിറകുമായി വിങ്ങുകളിൽ പാറി നടക്കുന്ന മാലാക അദ്ദേഹത്തിന്റെ ക്രോസിനെ വളരെ ഭംഗിപൂർവ്വം ജോർഡി ആൽബ ക്ലിയർ ചെയ്യുന്നു. ഇവിടെ അതിവേഗത്തിലുള്ള അസൻസിയുടെ മുന്നേറ്റം. റൊണാൾഡോ നിർഭാഗ്യമെന്നല്ലാതെ വേറെ ഒന്നും എനിക്കിതിൽ നിന്നും പറയാനില്ല. അൺലക്കി ഫോർ റയൽ മാഡ്രിഡ്. കുലുക്കാൻ അനുവദിക്കുന്നില്ല. മത്സരം കൂടുതൽ ആവേശത്തിലാകുന്നു. ബാഴ്സയുടെ മുന്നേറ്റങ്ങളെല്ലാം റയൽ തടഞ്ഞിടുന്നു. അതേപോലെ തന്നെയാണ് റയലിൻ്റെ അറ്റാക്കുകളെല്ലാം നിഷ്പ്രയാസം ബാഴ്സയും തടഞ്ഞിടുന്നത്. എന്നാൽ ദൈവം റാക്കിട്ടിച്ചെന്ന ക്രൊയേഷ്യൻ മിഡ്ഫീൽഡറെ രക്ഷകനായി അവിടെ പറഞ്ഞയക്കുന്നു. ഒരു ബുള്ളറ്റ് സ്ട്രൈക്ക് കെയ്ലർ നവാസിന് യാതൊരു അവസരവും കൊടുക്കാതെ ഗോൾ വലയിലേക്ക് തുളച്ച് കയറ്റുന്നു. ബാർസലോണ ലീഡ്സ് നൗ 2-1. നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം റയൽ താരങ്ങളുടെ ആവേശം. അവർ രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നേറാൻ തുടങ്ങി. പക്ഷേ റയലിൻ്റെ നായകൻ സെർജിയോ റാമോസ് മെസ്സിയെ ടാക്കിൾ ചെയ്യുന്നു. റഫറി ഹെർണാണ്ടസ് സ്ട്രെയിറ്റ് റെഡ് കാർഡ് പുറത്തെടുക്കുന്നു. റയലിന് അത് വലിയ തിരിച്ചടി തന്നെയാണ്. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഈ മത്സരത്തിൻ്റെ എല്ലാ ആവേശവും ആ ഒരു സീനിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം. റാമോസ് പോയതോടെ ബാഴ്സ കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങി. ഇവിടെ പിക്കയ്ക്ക് എല്ലാവരും പ്രതീക്ഷ വെച്ച പോലെ തന്നെ മത്സരത്തിൻ്റെ 85-ാം മിനിറ്റിൽ മാർസലോയുടെ ക്രോസിനെ പകരക്കാരനായി വന്ന കൊളംബിയൻ സ്ട്രൈക്കർ ജെയിംസ് റോഡ്രിഗസിൻ്റെ നൈസ് ടച്ചിലൂടെ ഗോൾ വല കുലുക്കുന്നു. റെഗുലർ ടൈം അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ റയൽ ഒപ്പത്തിനൊപ്പം എത്തുന്നു. നൗ റയൽ മാഡ്രിഡ് 2 ബാർസലോണ 2. അസൻസിയോ ഒരു ഷോട്ട് തീർക്കുന്നു. പക്ഷേ ടെർ സ്റ്റെഗൻ ബാഴ്സയുടെ രക്ഷകനായി അവതരിക്കുന്നു. അങ്ങനെ മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ അങ്ങ് സ്പെയിന് മുതൽ കേരളത്തിലെ ഓരോ കാൽപന്ത് ആരാധകരും ഒട്ടും വിചാരിക്കാത്ത, അവരൊന്നും ചിന്തിക്കാത്ത ഒരു മൊമെന്റ് നടക്കുന്നത്. അതിവേഗത്തിൽ സെർജിയോ റോബർട്ടോയുടെ മുന്നേറ്റം ജോർഡി ആൽബയിലേക്ക്. ആൽബിയിൽ നിന്നും നേരെ മെസ്സിയിലേക്ക്. മെസ്സിയുടെ ബ്യൂട്ടിഫുൾ ഷോട്ടിലൂടെ മഴവിൽ അഴകുപോൽ ഒരു പന്ത് റയലിൻ്റെ വലയിലേക്ക് സ്പർശിക്കുന്നു. സ്കോർ ബോർഡിൽ 3-2. തൻ്റെ 500ാം ഗോൾ ഒരു മാസ്റ്റർ പീസ് മൊമെന്റിലൂടെ അദ്ദേഹം സ്വന്തമാക്കുന്നു. അതിനുശേഷം മെസ്സി കാണിക്കുന്നൊരു സെലിബ്രേഷൻ ഉണ്ട്. മാഡ്രിഡ് ആരാധകരുടെ മുന്നിൽ പോയി തൻ്റെ ജേഴ്സി മൂരിയുള്ള ഒരു സെലിബ്രേഷൻ. ഇന്നും അത് കാണുമ്പോൾ ഓരോ ബാഴ്സ ആരാധകർക്കും അതേപോലെ തന്നെ മെസ്സി ആരാധകർക്കും രോമാഞ്ചമാണ്. എന്നാൽ മറുഭാഗത്ത് റൊണാൾഡോ എന്ന മാന്ത്രികൻ വളരെയധികം ദേഷ്യവും സങ്കടവുമായി അവിടെ നിൽക്കുന്നുണ്ട്. ബാർസലോണ ആരാധകരും അതേപോലെ തന്നെ റൊണോ ഹെയ്റ്റേഴ്സും വേറെ CR7 എന്ന് കളിയാക്കി പറയുകയാണ്. ഇതിന് പകരമായി എന്തേലും കൊടുക്കണമെന്ന് അയാൾ ഉറപ്പിച്ച് വെച്ചെന്നിരിക്കണം. കാരണം ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. വാശിയും വീറുമുള്ള ഈ പോരാട്ടം അങ്ങനെ 3-2 എന്ന സ്കോർ ലൈനിൽ സാക്ഷാൽ മെസ്സിയുടെ മാജിക് കൊണ്ട് വിജയിച്ച് പോയിന്റ് ടേബിളിൽ ഒപ്പം പിടിച്ചിരിക്കുന്നു FC ബാർസലോണ. റൊണോ ആരാധകരും അതേപോലെ തന്നെ മാഡ്രിഡ് ആരാധകരുടെ മനസ്സിലും ഇപ്പോൾ തീയായിരിക്കും. ഇതിന് പകരം ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന വിശ്വാസത്തോടെ മാഡ്രിഡ് ആരാധകർ തിരികെ മടങ്ങുന്നു. ഒപ്പം റൊണാൾഡോയും. അന്ന് 2 സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വന്നു.
മെസ്സിയുടെ ഇടംകാലിൽ നിന്നും ഉത്ഭവിച്ച മഴവിൽ നേരെ വന്ന് പതിഞ്ഞത് റയൽ മാഡ്രിഡിൻ്റെ ഹൃദയത്തിലേക്ക്. തൻ്റെ 500-ാം ഗോൾ ഒരു ഐക്കോണിക് സെലിബ്രേഷനിലൂടെ തിരശ്ശീല കുറിക്കുന്നു. അന്ന് റയൽ താരങ്ങൾ നിശബ്ദരായിരുന്നു. സാന്റിയാഗോ ബെർണാബ്യൂ മുഴുവൻ നിശ്ചലമായിരുന്നു. മെസ്സിയുടെ സെലിബ്രേഷൻ അവരുടെ ഹൃദയത്തിലേക്ക് തന്നെ തറച്ചു കയറി. പക്ഷേ പെട്ടെന്നൊന്നും അവർ കീഴടങ്ങില്ലായിരുന്നു. അവരുടെ മനസ്സ് അതിനനുവദിക്കില്ലായിരുന്നു. മറുഭാഗത്ത് ബാർസലോണ ആരാധകരെല്ലാം വേറി CR7 എന്ന് അലറി വിളിക്കുന്നു. അവർ അലറി വിളിക്കുമ്പോഴെല്ലാം ഒരു കാര്യം മാത്രം മറന്നുപോയിരുന്നു. തൻ്റെ ഹെയ്റ്റേഴ്സ് പോലും കൈയടിച്ചു പോകുന്ന കാൽപന്ത് ചരിത്രത്തിൽ പ്രതികാരം എന്നതിൻ്റെ പര്യായമായി അവതരിക്കുന്ന റിവഞ്ചുകൾ കൊണ്ട് എതിരാളികളുടെ വായടപ്പിക്കുന്ന ഒരുത്തനെയാണ് അവർ വെല്ലുവിളിച്ചത് എന്ന് അവർ മറന്നുപോയിരിക്കുന്നു. പിന്നീട് നടന്നതെല്ലാം കാലവും കാൽപന്തും സാക്ഷി. 2017 സ്പാനിഷ് കപ്പിൻ്റെ ഒരു ഫൈനൽ രാത്രിയിലാണ് ആവേശകരമായ മറ്റൊരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് നമ്മൾ സാക്ഷിയാകുന്നത്. റയൽ തൻ്റെ പ്രതികാരങ്ങളെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ കളി കാണാനിരുന്നു. അന്നത്തെ മത്സരത്തിൻ്റെ ഫസ്റ്റ് 11-ൽ റൊണോ ഇല്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. സിനദീൻ സിദാൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരിക്കാം അന്ന് റയലിനെ പരിശീലിപ്പിച്ചത് സിദാൻ ആയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കാം റൊണോയെ ബെഞ്ചിലിരുത്തുക എന്നത്. അങ്ങനെ കളി തുടങ്ങി. വാശിയും വീറുമേറിയ പോരാട്ടം, പുൽമൈതാനത്തെ തീപിടിപ്പിക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നേറ്റങ്ങൾ നടത്തിയും പ്രതിരോധ കോട്ട പണിതും ആദ്യ പകുതിയിൽ ഗോൾ രഹിത സമനിലയിൽ പിരിയുന്നു. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ രണ്ടാം പകുതിയുടെ 50-ാം മിനിറ്റിൽ തന്നെ പിക്കിയുടെ ഒരു ഓൺ ഗോൾ വരുന്നു. പക്ഷേ അവിടെയൊന്നും റയൽ ആരാധകർ തൃപ്തരായിരുന്നില്ല. 57-ാം മിനിറ്റിലാണ് ബെൻസെമയുടെ പകരക്കാരനായി റൊണോ എത്തുന്നത്. റൊണോ ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ റയൽ ആരാധകർ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി CR7 എന്ന്. കാരണം അവർക്കറിയാമായിരുന്നു റൊണോ ഞങ്ങൾക്കായി എന്തേലും കരുതി വെച്ചിരിക്കുമെന്ന്. അത്രയ്ക്കും കോൺഫിഡൻസ് ആയിരുന്നു അവരുടെ മനസ്സിനകത്ത്. പിന്നീട് നമ്മൾ കാണുന്നത് മത്സരം അടക്കി ഭരിക്കുന്ന റൊണാൾഡോയെയാണ്. നിരന്തരമായി ബാർസ പ്രതിരോധത്തെ കീറിമുറിക്കുന്ന റൊണോയെ. ഇവിടെ വലതുവശത്ത് നിന്നും ഗാരത്ത് ബെയിലിൻ്റെ ഒരു ക്രോസ് വരുന്നു. അവിടെയും കൃത്യമായ റൊണോ വന്ന് ഒരു ബൈസൈക്കിൾ കിക്കിനുള്ള ഒരു നല്ല ട്രൈ ആയിരുന്നു. പക്ഷേ പോസ്റ്റിൻ്റെ ഇഞ്ചുകൾ വ്യത്യാസത്തിന് പുറത്തേക്ക് പോകുന്ന കാഴ്ച, അതിൻ്റെ എല്ലാ നിരാശയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാമായിരുന്നു. എന്നാൽ ഇവിടെയൊന്നും റൊണോ തളരുമായിരുന്നില്ല. ലുക്ക് അറ്റ് ദാറ്റ് മാൻ, വാട്ട് എ പാസ്! അതിസുന്ദരമായൊരു ബാക്ക് ഹീൽ പാസ് ഇടുന്നു നേരെ മാർസലോയിലേക്ക്. പക്ഷേ വീണ്ടും നിർഭാഗ്യവശാൽ ടെർ സ്റ്റെഗൻ അത് സേവ് ചെയ്യുന്നു. എന്നാൽ ഇവിടെയാണ് റൊണാൾഡോ എന്ന അപകടകാരിയുടെ പ്ലേയിങ് സ്റ്റൈൽ നോക്കേണ്ടത്. വീണ്ടും കൃത്യമായി സ്പേസ് ഉണ്ടാക്കി പന്തിനെ വീണ്ടും തൻ്റെ കൺട്രോളിലാക്കി വലയിലേക്ക് നിക്ഷേപിച്ചെങ്കിലും ഇത്തവണയും പിഴയ്ക്കുന്നു. ഇപ്രാവശ്യം ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങിക്കൊണ്ട് ഗോൾ നിഷേധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ് എത്രമാത്രം മത്സരം ആവേശവും പ്രതികാരവും ഉള്ളതാണെന്ന്. അങ്ങനെ മറുഭാഗത്ത് ബാർസയ്ക്ക് അനുകൂലമായ ഒരു പെനാൾട്ടി ലഭിക്കുന്നു. അത് സാക്ഷാൽ ലയണൽ മെസ്സി യാതൊരു പിഴവും വരുത്താതെ വലയിലാക്കുന്നു. ആൻഡ് ഇറ്റ്സ് 1-1. ആ സ്കോർ ലൈൻ അധിക നേരത്തേക്കൊന്നും നിലകൊള്ളുന്നില്ല. മത്സരത്തിൻ്റെ 79-ാം മിനിറ്റിൽ റയലിൻ്റെ ഒരു മുന്നേറ്റം വരുന്നു. റൊണോയിൽ നിന്നും ഇസ്കോയിലേക്ക്, വീണ്ടും ഇസ്കോ ടു റൊണാൾഡോ. അതിവേഗത്തിൽ ഒരു കൗണ്ടറുമായ റൊണാൾഡോ. സ്റ്റിൽ റൊണാൾഡോ ബാർസ ഡിഫൻഡറായ പിക്കെയെ മറികടന്നുകൊണ്ട് പെനാൾട്ടി ബോക്സിൻ്റെ തൊട്ടരികിൽ നിന്നുകൊണ്ട് തൻ്റെ വലം കാലിൽ നിന്നും ഉത്ഭവിച്ചൊരു മിസൈലാണ് പിന്നീട് ലോക ഫുട്ബോൾ കാണുന്നത്. ബാർസയുടെ വലകേറും വിധത്തിലുള്ളൊരു ബുള്ളറ്റ് വന്ന് പതിച്ചത് ഏകദേശം 89,000-ൽ പരം കാണികളുള്ള ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ബാർസ ആരാധകരുടെ ഹൃദയത്തിലേക്കായിരുന്നു. എല്ലാത്തിനുമുപരി പിന്നീടുള്ള കാഴ്ചയ്ക്കാണ് ക്യാമ്പ് നൗ സ്റ്റേഡിയം ആകെ വിറച്ചു പോയത്. ഏതാണ്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള പ്രതികാരം. അന്ന് സാന്റിയാഗോ ബെർണാബ്യൂവിൽ മെസ്സിയുടെ സെലിബ്രേഷന് മുന്നിൽ അടിയറവ് പറഞ്ഞ അതേ ആരാധകർ തന്നെ ഇന്ന് നൃത്തമാടിടുന്ന കാഴ്ച. കാരണം അവരുടെ പ്രതികാരം അവിടെ പൂർണ്ണമാവുകയാണ്. അന്ന് മെസ്സിയുടെ സെലിബ്രേഷൻ ആണെങ്കിൽ ഇന്നിതാ ക്യാമ്പ് നൗവിൽ വെച്ച് തന്നെ, അവരുടെ തട്ടകത്തിൽ വെച്ച് തന്നെ ജേഴ്സി മൂരിയുള്ള തൻ്റെ 6 പാക്കും കാണിച്ചുള്ള ഒരു
ഒരു മാസ് മറുപടി. അതെ, മിഷൻ കംപ്ലീറ്റ്. അങ്ങനെ രോമാഞ്ചത്താൽ പുളികിതമായ റൊണോയുടെ പ്രതികാരം. ഇറ്റ്സ് റയൽ മാഡ്രിഡ് 2 ബാർസലോണ 1. അതിനുശേഷം 82-ാം മിനിറ്റിൽ തന്നെ റെഡ് കാർഡും വാങ്ങി റൊണോ കളം വിടുന്ന കാഴ്ച. പയറ്റേണ്ടതെല്ലാം പയറ്റിയ മത്സരം, പടപൊരുതി വിജയം സ്വന്തമാക്കിയ മത്സരം. വിജയത്തിന് പിന്നിലെ വൻ ശക്തി. വെറും 25 മിനിറ്റ് കളിച്ചുകൊണ്ട് മായാജാലങ്ങൾ സൃഷ്ടിച്ച പോർച്ചുഗീസ് വസന്തം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. 90-ാം മിനിറ്റിൽ അസെൻസിയോട് ഗോളും കൂടിയായപ്പോൾ 3-1 എന്ന സ്കോർ ലൈനിൽ റയൽ തൻ്റെ പ്രതികാരവും ഈട്ടി കുറച്ച് മാസം കാണിച്ചുകൊണ്ട് ക്യാമ്പ് നൗവിൽ നിന്നും യാത്ര തിരിക്കുന്നു. എന്നാൽ 2018-ൽ റൊണാൾഡോ പടിയിറങ്ങുന്നു. കുറേ പേർ അവരുടെ കരിയറിൽ നിന്നും തന്നെ വിരമിക്കുന്നു. ഒടുവിൽ 2021-ൽ മെസ്സിയും റാമോസുമെല്ലാം പടിയിറങ്ങിയതോടെ എൽ ക്ലാസിക്കോയുടെ മൊഞ്ച് പൂർണ്ണമായി നശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു കാലത്ത് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ വെള്ളക്കുപ്പായത്തിൽ റൊണോയും ബ്ലോഗറാന ജേഴ്സിയിൽ മെസ്സിയും തന്നെയായിരിക്കും ഓരോ കുരുന്നുകളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടാവുക. കാരണം അത്രത്തോളം നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയെല്ലാം അത് ഓർമ്മകൾ മാത്രമായി നിലകൊള്ളുമെന്നോർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. എന്തിനധികം എൻ്റെ ജീവിതത്തിൽ വരെ ഞാൻ അവരെ സ്പെയിനിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എൽ ക്ലാസിക്കോ കഴിഞ്ഞുള്ള ദിവസം രാവിലെ കളിക്കാൻ ബൂട്ട് കെട്ടുന്നതിന് മുൻപ് മെസ്സി റൊണാൾഡോ എന്ന് പറഞ്ഞ് തർക്കിച്ച സമയം, റയൽ തോൽക്കുന്ന ദിവസം കളിക്കാൻ വരാത്ത, ഇനി അഥവാ ബാർസ തോറ്റാൽ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത ചങ്കും, ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത സുവർണകാലം. ലവ് യു റൊണോ, ലവ് യു മെസ്സി, വി മിസ് എ ലോട്ട് ഇൻ സ്പെയിൻ. I miss to play in Spain. We have that battle